നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറയുന്നത് എൻ്റെ ഒരു അനുഭവം വച്ചുകൊണ്ടുള്ള വീഡിയോ ആണ് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. എന്താണ് അനുഭവം എന്ന് ചോദിച്ചാൽ, ഇപ്പോൾ പുതിയതായുള്ള യൂട്യൂബർമാർ, അതുപോലെ തന്നെ യൂട്യൂബ് ലൈവായി ചെയ്തുകൊണ്ടിരിക്കുന്നവർ, അവർക്ക് വേണ്ടിയുള്ള ഒരു എൻ്റെ എളിയ അഭ്യർത്ഥനയാണ്, ഒരു നിർദ്ദേശമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. എന്താണ് നിർദ്ദേശം എന്ന് ചോദിച്ചാൽ, എൻ്റെ അനുഭവത്തിൽ നിന്നുള്ള എൻ്റെ ഫസ്റ്റ് ചാനലെന്ന് പറയുമ്പോൾ ബാസാ രാജൻ എന്നുള്ള പേരുള്ള ചാനലാണ്. ആ ചാനലിലൂടെ ഞാൻ ലൈവ് വീഡിയോസാണ് ചെയ്തുകൊണ്ടിരുന്നത്. ചാനലിൽ 7K സബ്ബായി. അതേപോലെ തന്നെ ഫസ്റ്റ് റൗണ്ട് മോണിറ്റൈസായി. പിന്നീട് മോണിറ്റൈസേഷനൊക്കെ കട്ടായിപ്പോയി. അത് ഞാൻ മറ്റൊരു വീഡിയോയിലൂടെ മറ്റൊരവസരത്തിൽ നിങ്ങളുമായി പങ്കുവയ്ക്കാം. ഇപ്പോൾ ലൈവ് മാത്രം ചെയ്ത് മോണിറ്റൈസ് ആയാലും നമുക്ക് അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന പ്രയോജനം ഉണ്ടാവില്ല എന്ന് നമ്മുടെ പുതിയ യൂട്യൂബർമാരും അതേപോലെ തന്നെ ലൈവ് ചെയ്യുന്ന യൂട്യൂബർമാരും മനസ്സിലാക്കണം എന്നൊരു നിർദ്ദേശമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, നമുക്ക് നമ്മുടെ ചാനൽ മോണിറ്റൈസ് ആയതിനു ശേഷം നമുക്ക് വരുമാനം കിട്ടി തുടങ്ങണമെങ്കിൽ അത് പരസ്യത്തിൽ നിന്നാണ്. എന്നാൽ ലൈവിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നതാവട്ടെ വെറും വാച്ച് അവർ മാത്രമാണ്. അപ്പോൾ വാച്ച് അവർ കിട്ടിയത് കൊണ്ട് മാത്രം നമുക്ക് വരുമാനം കിട്ടില്ല. നമ്മുടെ വീഡിയോ എത്ര ആളുകൾ കാണുന്നു, നമ്മുടെ വീഡിയോ ആയാലും ലൈവ് ആയാലും, ലൈവ് പിന്നീട് നമ്മൾ പബ്ലിക്കാക്കുമ്പോൾ പബ്ലിക്കാക്കിയതിന് ശേഷം എത്ര ആളുകൾ നമ്മൾ വീഡിയോ കാണുന്നുണ്ട്, അതനുസരിച്ചാണ് നമുക്ക് വരുമാനം ഉണ്ടാവുക. അപ്പോൾ അത് ശരിക്കും വളരെ കുറച്ച് ആളുകൾ മാത്രമേ നമ്മുടെ ലൈവ് വീഡിയോ പിന്നീട് കാണാൻ സാധ്യതയുള്ളൂ. അപ്പോൾ ആദ്യം മുതൽ തന്നെ നമ്മൾ ലൈവ് ഇടണ്ട എന്ന് പറയുന്നില്ല. ലൈവ് കൊണ്ട് നമുക്ക് മോണിറ്റൈസേഷൻ വരെ ഒരുപാട് ഗുണങ്ങളുണ്ട്. അതേപോലെ തന്നെ ഒരുപാട് ആളുകളെ നമുക്ക് നമ്മുടെ ചാനലിലേക്ക് അട്രാക്റ്റ് ചെയ്യാനും മറ്റുമൊക്കെ ലൈവ് സഹായിക്കുന്നുണ്ട്. പക്ഷേ ലൈവിനോടൊപ്പം തന്നെ മറ്റെന്തെങ്കിലും ഒരു വീഡിയോ കൂടെ ചെയ്തു വരേണ്ടതാണ്. ഒരു വീഡിയോ എന്ന് പറയുമ്പം ഏതെങ്കിലും ഒരു വിഷയത്തെ സംബന്ധിച്ച് നമുക്ക് താല്പര്യമുള്ള ഏതെങ്കിലും ഒരു വിഷയത്തെ സംബന്ധിച്ചുള്ള ഒരു വീഡിയോ കൂടെ അതിനൊപ്പം തന്നെ ചെയ്തില്ലെങ്കിൽ തീർച്ചയായും മോണിറ്റൈസ് ആയി കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് എന്ത് ചെയ്യണം എന്നറിയാത്തൊരവസ്ഥയിലാവും. ഏകദേശം 1-1.5 വർഷം മുമ്പാണ് ആ ചാനൽ ലൈവായി ഞാൻ സജീവമായി ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ തന്നെ കുറേ ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു. അവരിൽ പലരും ഇതേപോലെ തന്നെ ലൈവ് വീഡിയോസ് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. ചിലരൊക്കെ മോണിറ്റൈസേഷനായി ഒരുപാട് സബ്ബുള്ള ആളുകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് അവരിൽ പലരും ഈ രംഗത്തില്ല. അവർ എല്ലാവരും തന്നെ 1-2 ആളൊഴികെ ബാക്കിയുള്ളവർക്ക് ചാനൽ നിർത്തി പോകുന്ന ഒരവസ്ഥയാണുള്ളത്. അപ്പോൾ ആ ഒരവസ്ഥയിലേക്ക് എത്താതിരിക്കാൻ വേണ്ടിയാണ് എൻ്റെ ഒരു എളിയ നിർദ്ദേശം. അത് പറയാൻ ഞാൻ ആരാണെന്ന് ചോദിച്ചാൽ, എനിക്ക് ഇതിനകത്ത് സക്സസ് ആവാൻ കഴിയാത്തൊരാളാണ്. സക്സസ് ആയിട്ടാണ് സാധാരണ ഇതേപോലത്തെ വീഡിയോസൊക്കെ ചെയ്യാനുള്ളത്, നിങ്ങൾക്ക് നിർദ്ദേശങ്ങളൊക്കെ തരുവാൻ. അപ്പോൾ സക്സസ് ആവാത്തതിൻ്റെ ഒരു അനുഭവമാണ് നിങ്ങളോട് പങ്കുവയ്ക്കുന്നത്. തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു വിഷയത്തിലുള്ള വീഡിയോസ് അതോടൊപ്പം ചെയ്തു പോയില്ലെങ്കിൽ നമുക്ക് വാച്ച് അവർ മാത്രം കൂടി, സബ് മാത്രം കൂടി നമ്മളൊരു മോണിറ്റൈസേഷനിൽ എത്തിയതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് പ്രയോജനമൊന്നും അത് കഴിഞ്ഞാൽ ഉണ്ടാകാൻ പോകുന്നില്ല. ലൈവിൽ നിന്നും വാച്ച് ടൈം ഒഴികെ നമുക്ക് വരുമാനം ലഭിക്കുന്ന ഒരു കാര്യങ്ങളും ലൈവിൽ നിന്നും ലഭിക്കില്ല. അതുകൊണ്ട് തന്നെ ഒരു സമാന്തരമായി തന്നെ വീഡിയോസ് കൂടെ ചെയ്ത് ആ വീഡിയോസ് കാണുന്ന ആളുകളെ നമ്മളിലേക്ക് അട്രാക്റ്റ് ചെയ്ത് കൊണ്ടുവരാനും കൂടെ അതേ ലൈവ് ഇടുന്ന അതേ സമയത്ത് തന്നെ ശ്രമിച്ചില്ലെങ്കിൽ പിന്നീട് നമ്മുടെ ചാനൽ മുന്നോട്ട് പോകാൻ പറ്റാത്ത സ്ഥിതിയിലാവും. നമുക്ക് ചാനലിൽ നിന്നും ഉദ്ദേശിക്കും പോലെ വരുമാനങ്ങളൊന്നും കിട്ടാതിരിക്കുന്ന ഒരു സ്ഥിതിയിലേക്കും പോകും. അതുകൊണ്ട് തീർച്ചയായും നിങ്ങൾ ഓരോരുത്തരും ലൈവ് ചെയ്യുമ്പോൾ അതിനൊപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് സെലക്ട് ചെയ്ത്, അത് യാത്ര ആണെങ്കിലോ കുക്കിംഗ് ആണെങ്കിലോ എന്താണോ നിങ്ങൾക്ക് താല്പര്യമുള്ള അതുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ കൂടെ അതോടൊപ്പം ചെയ്തു പോകണം. ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും അത്തരത്തിലുള്ള ഒരു വീഡിയോ നിങ്ങളുടെ ചാനലിലൂടെ പോസ്റ്റ് ചെയ്താൽ മാത്രമേ ഭാവി ഉണ്ടാവുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത് എൻ്റെ അനുഭവത്തിൽ നിന്നും ഞാൻ മനസ്സിലാക്കിയ കാര്യമാണ്. എനിക്കിപ്പോൾ മറ്റൊരു ചാനലുണ്ട്. ആ ചാനലിലൂടെയാണ് ഞാൻ ഈ വീഡിയോ നിങ്ങൾക്ക് അയക്കുന്നത്. ചാനൽ ഇപ്പോഴും ഉണ്ട്. മറ്റേ ബാസാ രാജൻ ചാനലുണ്ട്, ബാസാ വിഷൻ ചാനലുണ്ട്. പക്ഷേ ബാസാ രാജൻ എന്നുള്ള ചാനൽ മോണിറ്റൈസ് ആയിട്ടും
നമുക്ക് വേണ്ടത്ര വരുമാനം ലഭിച്ചില്ല. പിന്നീട് ആ ചാനൽ ഇപ്പോൾ അങ്ങനെ ഉറങ്ങിക്കിടക്കുകയാണ്. അതിൽ അങ്ങനെ ഞാൻ വീഡിയോസൊന്നും വലുതായിട്ട് ഇടുന്നില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ആ ലൈവ് നിർത്തി കഴിഞ്ഞപ്പോൾ നമ്മുടെ ആളുകളൊക്കെ പോയി. അപ്പം മുതൽ തന്നെ ഒരു വീഡിയോ കൂടെ നമ്മൾ ഇട്ട് പോയില്ലെങ്കിൽ പിന്നീട് ശരിക്കും നമുക്ക് നമ്മുടെ മോണിറ്റൈസേഷൻ കൊണ്ട് പ്രയോജനമില്ലാതാവും. ഇന്ന് ഒരു വിഷയം നിങ്ങളുമായി പങ്കുവയ്ക്കുവാനാണ് ഞാൻ ഈ വീഡിയോ നിങ്ങളോട് ഇപ്പോൾ വന്നിരിക്കുന്നത്. ആ വീഡിയോയുമായിട്ട് തീർച്ചയായിട്ടും അക്കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. ഒരപേക്ഷയും കൂടെയാണ് എന്ന് വേണമെങ്കിൽ വിചാരിച്ചോളുക. അല്ലെങ്കിൽ ഒരു അനുഭവത്തിൽ നിന്ന് വന്ന ഒരു പാഠമാണ് നിങ്ങളോട് ഞാൻ ഷെയർ ചെയ്യുന്നത്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും അതേപോലെ തന്നെ ഞാൻ ഈ പറഞ്ഞതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻറ്റ് ചെയ്യാനും ഒക്കെ മറക്കരുത്. ഇത് എൻ്റെ ഒരു പുതിയ ചാനലാണ്, പെരുഭാഷ വിഷനാണ്. നന്ദി. ഇതാദ്യാവസാനം കേട്ടിട്ടുണ്ടെങ്കിൽ കേട്ടവർക്കൊക്കെ 1000 നന്ദി. വീണ്ടും മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരും.